പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, അങ്ങനെ ഇന്ന് വളരെ വിജയകരമായിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം തിരുമനസ്സായി. ഇവിടെ നോർത്ത് അയർലൻഡിലെ ബെൻബർഗ് എന്ന ഒരു മൊണാസ്ട്രിയിലേക്ക് വന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയാണ് ഈ നാട്ടിൽ ഓരോ മൊണാസ്ട്രികളിലും നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ഈ ആയിരിക്കുന്ന മൊണാസ്ട്രി സെർവൻ്റ് ഓഫ് മേരി എന്ന ഒരു മൊണാസ്ട്രിയാണ്. 1233 ഒരു കോൺഗ്രിഗേഷനാണ് സെർവൻ്റ് ഓഫ് മേരി. പക്ഷെ ഇപ്പോൾ ഇവിടെ അച്ഛന്മാരാരുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, തോമസ് പോളെ, നീ കൂടെ ഇവിടെ വരണം, വചനം പ്രഘോഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. വരും, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാധാരണ തുടങ്ങുന്ന പ്രാർത്ഥന ആരംഭിക്കാം. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നമ്മിൽ തന്നെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന കാര്യത്തിൽ വീണ്ടും നമുക്ക് ആഴമായി എടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനെല്ലാം ചെയ്തു തരുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ത്രിവിധ അഭിഷേകത്തെ നമ്മിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെ പ്രവചനങ്ങൾ അതിശക്തമായി പ്രവചനങ്ങളായിരുന്നു. അതാ ദിവസത്തെ ധ്യാനത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസത്തെ ധ്യാനം വളരെ വിജയകരമായിരുന്നു. വളരെ ശക്തമായ പ്രവചനങ്ങളും വരദാനങ്ങളുടെ അഭിഷേകവും നമുക്ക് പ്രവചനത്തിനായിട്ട് ഒരുങ്ങാം. നമ്മൾ സാധാരണ വായിക്കാറുള്ള വചനങ്ങളാണ് പ്രവചനത്തിന് വേണ്ടിയുള്ള ഒരുക്കം. മോശയുടെ കാലം മുതലേ തന്നെ പ്രവചനത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. വരുവിൻ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. നമുക്കല്പം കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. ഓ ഈശോയേ നന്ദി, ഓ ഈശോയേ നന്ദി. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. 3 രാജാക്കന്മാർ ഈശോയെ ആരാധിക്കാൻ വന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു. അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു.
അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു. ഭക്ത്യാവണങ്ങുന്നു സാഷ്ടാംഗം വീണു ഉദാസ്. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും മാറ്റുക വിശ്വാസ ദിവ്യദീപ്തി. New and perfect worship. Here is new and perfect worship. All the old must terminate. Senses cannot grasp this marvel. Faith must come to compensate. സ്നേഹമുള്ളവരെയും, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെയും ആരാധിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി നമുക്ക് സ്തുതിക്കാം, അല്ലെങ്കിൽ ആരാധിക്കാം. ശലഹലഹലഹല ഭയങ്കര അഭിഷേകം വരുന്നുണ്ട്. ശലബല ഹലബല 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 ശാലബല ബലബല 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 ശാലബല ബലബല 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 ബലബല. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരന് വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ. മിശിഹാ കർത്താവേ, മാലാഖമായൊത്തു ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ. കർത്താവേ, കൊവേന്തയിൽ ആയിരിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി അനേകം വൈദികരിവിടെ ജീവനർപ്പിച്ചിരിക്കുന്ന ഈ കൊവേന്തയിൽ വരാനും ഇവിടെ ഇന്നൊരു വൈദികനും ഇല്ല. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് വൈദിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ തിരുമനസ്സായ അങ്ങയുടെ മഹാകാരുണ്യത്തെക്കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന വലിയ ധ്യാന ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. അതിന് ധാരാളം പേര് വരാനും അവർക്ക് ഈശോയുടെ സ്നേഹവും അത്ഭുതകരമായ രോഗശാന്തിയും അനുഭവിക്കാനും ഇടയാകട്ടെ കർത്താവേ. ശലബല ഹലബല ഹലബല ഹലബല. കർത്താവേ, പ്രവചനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. പ്രവചനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. പ്രവചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണേ. Fill me, fill me, fill me, Lord. Fill me, fill me, fill me. Love, joy, peace. Fill me, fill me, fill me. Love, joy, peace. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള അഭിഷേകം തുറക്കണമേ. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Waymaker, miracle worker, promise keeper, light in the darkness, my Lord, that is how you are. That is who you are.
Waymaker, miracle worker, promise keeper, light in the darkness, that is who you are. My Lord, that is who you are. You are here, you are here, you are in every heart. Sharabia laburakira, shakarabala bakura, rabira labia labara bakala, kira makara labia. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ അതിശക്തമായ കരങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ അത്ഭുത ശക്തി നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ വഴി നടത്തുന്ന കർത്താവ്. എന്റെ കരുണാർദ്രമായ സ്നേഹം നിങ്ങളിൽ ഞാൻ ഒഴുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ തിന്മകൾ ഓർക്കുക പോലുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്റെ രക്ഷ നിങ്ങളിലേക്ക് അനർഗളമായി നിർഗളിക്കും. എന്റെ രക്ഷയുടെ പ്രവാഹം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കും. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വർഗം വിട്ടിറങ്ങി മനുഷ്യനായി പാപികളായ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഞാൻ പീഡ സഹിച്ച് മരിച്ച് അവർക്ക് വേണ്ടി വിമോചനത്തിനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി മോചനദ്രവ്യം കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ മോചനദ്രവ്യമായി നൽകി. നിങ്ങളെ എൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു, മരിച്ചു. നിങ്ങളുമായിട്ട് ഞാൻ അടക്കപ്പെട്ടു, നിങ്ങളുമായിട്ട് ഞാൻ ഉയർത്തപ്പെട്ടു, നിങ്ങളുമായിട്ട് സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സംവഹിച്ച പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തി. അവിടെ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. എൻ്റെ ജനമേ, ഈ സത്യം നിങ്ങൾ അറിയുവിൻ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതാണ് സത്യം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ ജാതി മതസ്ഥരും എന്നിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. എന്റെ അതിശക്തമായ രക്ഷാകര പ്രസാദപരം ഞാനിതാ നിങ്ങളിലൂടെയും ലോകം മുഴുവനിലേക്കും പ്രസരിപ്പിക്കുന്നു. ആകാശത്തിന് കീഴെ മറ്റാരിലൂടെയും രക്ഷയില്ല. ഞാൻ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്. എൻ്റെ രക്ഷ ലോകം മുഴുവനും പ്രസരിക്കും. അലമാറാക്കീര, ശന്തലമാറാക്കീര, റബൂലമാറാക്കീര, റക്കാലമാറാക്കീര. ഞാനിതാ ഇന്ന് നിങ്ങളിലൂടെ എൻ്റെ രക്ഷയുടെ വിസ്മയനീയ രഹസ്യങ്ങളെ ഞാൻ പടർത്തും. എൻ്റെ രക്ഷയുടെ വിസ്മയനീയത ഞാൻ നിങ്ങളിൽ നൽകുന്നു. എൻ്റെ രക്ഷ ഒരു വിസ്മയമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. എൻ്റെ രക്ഷ അതിർത്തിയില്ലാത്തതാണ്. എൻ്റെ രക്ഷ നീതിയിലൂടെയാണ്. ഞാൻ എല്ലാവരെയും നീതീകരിച്ചിരിക്കുന്നു. എൻ്റെ രക്തം കൊടുത്ത് ഞാൻ നീതീകരിച്ചിരിക്കുന്നു. ദൈവരാജ്യവും അതിൻ്റെ നീതി മനസ്സിലാക്കുവാൻ. ദൈവരാജ്യത്തിൻ്റെ നീതി ഫരിസേയ നീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുവാൻ. ദൈവരാജ്യത്തിൻ്റെ നീതിയിലാണ് നിങ്ങളെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി നിങ്ങളെ നീതീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മൂലക്കല്ലാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും
ആ നീതിയുടെ കവാടത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നിൽ രൂഢമൂലമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ 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 കൂടാരമടിച്ചിരിക്കുന്നു. നിങ്ങൾ നങ്കൂരമടിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. Praise the Lord, praise the Lord. ഓ ദൈവമേ, നന്ദി ദൈവമേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഈ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ രഹസ്യങ്ങൾ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കാൻ നമ്മൾ തന്നെ ഈ രഹസ്യങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ട് ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരാളുടെ കാത് കാണിച്ചു തരുന്നു. കാതിലെ വേദന, ചെവിയുടെ വേദന സൗഖ്യമാകുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം നെഞ്ചിലെ വേദന സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. ആരുടെ നെഞ്ചിലെ വേദന? മറ്റൊന്ന് തുടയുടെ എല്ലിൽ വേദന. തുടയുടെ എല്ലിൽ വേദന എവിടെയോ തട്ടിയതാകാം. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7 കൂദാശകളെക്കുറിച്ചാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ അനുഭവിച്ചു പോരുന്ന ഈ 7 കൂദാശകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. 7 കൂദാശകളിലും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രാരംഭ കൂദാശയായ മാമോദീസായെക്കുറിച്ചാണ്. അതിൽ 1216 ഇന്നലെ നമ്മളങ്ങനെ അങ്ങോട്ട് വായിച്ചു പോയി. എന്നാൽ അതിനെ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 1216 ഈ സ്നാനത്തെ ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. ജ്ഞാനോദീപനം. ഈ കൂദാശ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് ഇതിനെ ജ്ഞാനോദീപനം, അതായത് എൻലൈറ്റൻമെൻറ്റ് എന്നാണ് അർത്ഥം. എൻലൈറ്റൻമെൻറ്റ് ഇംഗ്ലീഷിൽ പറയുന്നത് ദി സാക്രമെന്റ് ഈസ് നോൺ ആസ് ദിസ് ബാത്ത് ഈസ് കോൾഡ് എൻലൈറ്റൻമെൻറ്റ്. അതിന് മലയാളത്തിൽ പറയുന്നതാണ് ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതബോധനപരമായ ഈ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. Having received in baptism, those who receive these catechetical instructions are enlightened in their understanding. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അഡൾട്ട് ബാപ്റ്റിസം. സാധാരണ ഇപ്പോൾ നമ്മളുടെ ഓരോ പള്ളികളിലും വളർന്ന് മാമോദീസ മുങ്ങാൻ തയ്യാറായിരിക്കുന്ന മറ്റു മതസ്ഥരെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിന് അവർ പ്രത്യേക കാറ്റക്കിസം ഉണ്ട്, കാറ്റക്യുമെൻറ്റ്സ് ആയിട്ട്. അങ്ങനെ അവർക്ക് കാറ്റക്കിസം എല്ലാം കൊടുത്ത് തയ്യാറാക്കിയിട്ടാണ് അവരെ മാമോദീസയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്നാൽ നമ്മൾ ശിശുക്കളായി ഇപ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ അതിനാവശ്യം വന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ കാറ്റക്കിസ പഠനത്തിലൂടെ
നമ്മൾ പ്രബുദ്ധരാകുന്നു. മാമോദിസ സ്വീകരിച്ച ശേഷം നമ്മൾ അതെല്ലാം പഠിക്കുന്നു. അപ്പോൾ കാറ്റക്കിസം അല്ലെങ്കിൽ മതബോധനം മാമോദിസയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായ ഒന്നായിട്ട് നമുക്ക് കാണാം. മതബോധനപരമായ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. അതാണ്, അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ കാര്യമാണ് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയെ സമുദ്ധരിച്ചു. മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു. പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ജ്ഞാനോദ്ദീപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറ്റിക്കൽ ഉപദേശം സ്വീകരിക്കുന്നവൻ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. മാമോദീസായിൽ നമ്മൾ ജ്ഞാനസ്നാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വളരെ അർത്ഥം നിറഞ്ഞ ഒരു പദമാണ്. മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. ഓരോ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1:9 യോഹന്നാൻ 1:9 പറയുന്നത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് വന്നു. അങ്ങനെ മാമോദീസ സ്വീകരിച്ച വ്യക്തിയിൽ യേശു നിറയുന്നു. യേശുവിൻ്റെ വചനം നിറയുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു. അവൻ പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. അതാണ് മാമോദീസായിൽ അവൻ പ്രകാശത്തിൻ്റെ പുത്രനും. അപ്പോൾ ഇതാണ് നമ്മളെ എപ്പോഴും കാണിക്കാറുള്ള ഈ 2 മെഴുകുതിരികൾ. അതായത് ഇത് ഈശോ ആകുന്ന പ്രകാശം. ആ ഈശോ ആകുന്ന പ്രകാശത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്പം 1216 പറയുന്നത് ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട്, അപ്പോൾ ഈ ജ്ഞാനം സ്നാനം ജലത്താലും ആത്മാവിനാലും എന്ന് പറയുന്നതിൽ ഈ ജലം എന്ന് പറയുന്നത് ഈശോയുടെ വചനമാണ്. അപ്പോൾ ഈശോയുടെ വചനം നമ്മൾ കഠിനാവരായിൽ പഠിക്കുന്നുണ്ട്. ഈശോയുടെ വചനം എന്നത് ഈശോ തന്നെയാണെന്നും പിതാവിൻ്റെ സത്തയാണെന്നും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നതെല്ലാം ആ ഈശോയുടെ വചനമാണ്. ഈശോ തന്നെയാവുന്ന വചനമാണ്. ആ വചനമാണ് സകലത്തിൻ്റെയും ഉറവിടം, സകലത്തെയും താങ്ങി നിർത്തുന്നതും സകലത്തെയും ഉരുവാക്കുന്നതും സകലത്തിൻ്റെയും അച്ച്. അങ്ങനെ സകലത്തിൻ്റെയും അച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പാസ്കൽ ക്യാൻഡിലിൽ നിന്നും നമ്മളാകുന്ന മെഴുകുതിരിയെ കത്തിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇവിടെയാണ് നമ്മൾ ഇപ്പോഴുമുള്ള നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കുറച്ച് ഇംഗ്ലീഷും ട്രിഗ്നോമെട്രിയും ആൾജിബ്രയും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു അറിവിൻ്റെ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ചില വിശുദ്ധരൊന്നും പഠിക്കാത്തവരാണ്.
കത്രീന CNIയിലെ കൊച്ചുരശാപ്പുണ്യവതി കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അപ്പം നമ്മുടെ ജ്ഞാനവും ഈശോ തന്നെ നമുക്ക് നൽകുന്ന ഈശോ തന്നെയാകുന്ന ജ്ഞാനവും വളരെ വളരെ വിസ്മരണീയമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1216 പറയുന്നത്, ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. ഉണ്ടോ? അതാണ് ആ തിരി കൊളുത്തി നമ്മുടെ കയ്യിൽ തന്നത്. പ്രകാശിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിരിക്കുന്നു. പ്രകാശം തന്നെയുമായിത്തീരുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നരുളി ചെയ്ത ഈശോ മത്തായി 5:13 പറയുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥവൽക്കരിക്കുന്നത് കൂദാശകളിലൂടെയാണ്. കൂദാശയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര കൃപാവരം നമ്മളിൽ യഥാർത്ഥവൽക്കരിക്കുന്നത്. ആ വാക്ക് നമ്മളിതിനകത്ത് 1216 മുൻപുള്ള ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു, യഥാർത്ഥവൽക്കരിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ യഥാർത്ഥവൽക്കരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ ജ്യോതി ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും. സ്നേഹമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുന്നു. 1216 ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് തോന്നുകയാണ് കേട്ടോ. നിങ്ങളതുകൊണ്ട് വിഷമമുണ്ടാവരുത്. സമയം എടുത്തത് വിശദീകരിച്ച് പഠിക്കണം. കാരണം ഇന്നും നമ്മുടെ പ്രശ്നം നമ്മൾ മാമോദീസയെക്കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പോൾ അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നിരിക്കുന്നു. ഫിൽമി ഫിൽമി ഫിൽമി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. എല്ലാവരും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ നൽകിയ പ്രകാശമേ ഞങ്ങളിൽ നിറയണേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ ലഭിച്ച വരദാനങ്ങളെല്ലാം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ ലഭിച്ച എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ അഭിഷേകമാക്കണേ. ശാലബല ഹലബല ഹലബല ഹലബല. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. Indeed, he becomes the light himself. Indeed, he becomes a son of light. Indeed, he becomes the light himself. Oh, എൻ്റെ ദൈവമേ, എന്തോ ഒരു വലിയ സത്യമാണത്. അതിനൊന്ന് അസിമുലേറ്റ് ചെയ്യുക, അതിനൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചേ. അതിനെ പൂർണ്ണമായിട്ടൊന്ന് ഉൾക്കൊണ്ടു. പ്രകാശം തന്നെയും പ്രകാശത്തിൻ്റെ മകനും പ്രകാശമായ ഈശോയും ആ പ്രകാശം നമ്മിലേക്ക് വന്ന് നമ്മൾ പ്രകാശം തന്നെയായി മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തുടർന്ന് മാമോദീസ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. ദൈവത്തിൻ്റെ ദാനങ്ങളിൽ
ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. ഇത് ഇവിടെ വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാൻസീസിലുള്ള വിശുദ്ധ ഗ്രിഗറി സഭാപിതാവാണ്. ദ ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭാപിതാവും ദ തിയോളോജിയൻ എന്ന് പറയുന്ന ആ ഗ്രിഗറി പിതാവിൻ്റെ ഒരു പ്രബോധനമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ബാപ്റ്റിസം ഈസ് ഗോഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മാഗ്നിഫിസൻറ്റ് ഗിഫ്റ്റ്. മാമോദീസ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. നാം അതിനെ ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, അമർത്തതയുടെ വസ്ത്രം, പുനർജനനത്തിൻ്റെ സ്നാനം, മുദ്ര എന്നിങ്ങനെ ഏറ്റവും വിലപ്പെട്ട നാമം കൊണ്ട് വിളിക്കുന്നു. അങ്ങനെയെല്ലാം നമ്മൾ വിളിക്കുന്നു. ഇതെല്ലാമാണ് ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, എൻലൈറ്റൻമെന്റ്, അമർത്തതയുടെ വസ്ത്രം. ദാനം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്ക് അത് കലക്കി. സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. അതാണ് കൃപാവരം. പാപികൾക്ക് പോലും നൽകപ്പെടുന്നു കൃപാവരം. മാമോദീസ, കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. അഭിഷേകം, കാരണം പുരോഹിതനും രാജാവും അവരാണ് അഭിഷിക്തരായിരിക്കുന്നവർ. ജ്ഞാനോദ്ദീപനം, കാരണം അത് കഴുകുന്നു. മുദ്ര, കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. അപ്പോൾ വിശുദ്ധ ഗിരിഗരി പിതാവ് ഈ മാമോദീസയുടെ ആ ഓരോ നാമത്തിൻ്റെയും ആന്തരിക അർത്ഥം വെളിപ്പെടുത്തുകയാണ്. എന്താണ്? സ്വന്തമായി ദാനം, അതിന് ദാനമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ദാനമെന്ന് പറയുന്നത്? ഒന്നുമില്ലാത്തവനാണത് കിട്ടുന്നത്. ദാനം എന്ന് വിളിക്കപ്പെടുന്നത്. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. കൃപ, കുറ്റം ചെയ്തവർക്കാണല്ലോ ഇതിൻ്റെ ആവശ്യം. പാപികൾക്കാണല്ലോ പാപമോചനത്തിൻ്റെ ആവശ്യം. മാമോദീസ, കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. അഭിഷേകം, കാരണം പുരോഹിതനും രാജാവും അവരാണ്. മാമോദീസായിൽ തന്നെ നമുക്ക് രാജകീയവും പൗരോഹിത്യവും പ്രവാചകരവുമായ അഭിഷേകം ലഭിച്ചിരിക്കുന്നു. അഭിഷേകം, അഭിഷിക്തരായിരിക്കുന്നു. ജ്ഞാനോദ്ദീപനം, കാരണം ശോഭയും പ്രകാശവും. വസ്ത്രം, കാരണം നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്നു. സ്നാനം, കാരണം അത് കഴുകുന്നു. മുദ്ര, കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 1243 ഇതിൻ്റെ സൈഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്ന് ഈസ്റ്റർ തിരിയിൽ നിന്ന് കൊളുത്തിയ മെഴുകുതിരി. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ കത്തിക്കാൻ സൂത്രമില്ലാണ്ടായിപ്പോയി. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ഭയങ്കര അഭിഷേകമാണ് വരുന്നത്.
ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്നും കൊളുത്തിയ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധനാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധനാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ്. പുതുതായി മാമോദീസ മുങ്ങിയ വ്യക്തി ഇപ്പോൾ ഏകജാതനിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെയ്യാൻ അവന് സാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അടുത്തത് മാമോദീസ രക്ഷാപദ്ധതിയിൽ ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച് രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് 9 വായനകളാണുള്ളത്. ആ 9 വായനകളിൽ ലോകാരംഭം മുതലുള്ള പ്രകാശത്തെയാണ് അതിൽ വർണ്ണിക്കുന്നത്. അതാണ് ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നു. മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ. അപ്പോൾ അതിനകത്തൊരു സംഭവമാണ് ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നത്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അവരെ ദൈവം നയിച്ചത് ജലത്തിലൂടെയാണ്. എന്നാൽ അവർ വരണ്ട ഭൂമിയിലെന്ന പോലെ നീങ്ങുകയും അവരുടെ ശത്രുക്കൾ വന്നപ്പോൾ കടൽ വീണ്ടും മൂടുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. അതായത് ജലത്തിലൂടെ ജനം രക്ഷിക്കപ്പെടുകയും ആ ജനത്തെ പീഡിപ്പിച്ചിരുന്ന 400 സംവത്സരമായി അവരെ അടിമത്വത്തിൽ വച്ചിരുന്ന ആ ശത്രുവിനെ ജലത്തിൽ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ചെങ്കടൽ കടക്കുക എന്നത്, ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം കടന്നു അക്കരെ വന്നു. എന്നാൽ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി, അവരെ കൊല്ലാൻ വേണ്ടി വന്ന ഫറവോയുടെ സൈന്യം ജലത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഇത് നമ്മളിലുള്ള തിന്മയും പാപവും മാമോദീസ ജലത്തിലൂടെ നശിപ്പിക്കപ്പെടുകയും നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മളെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നത്. നമ്മൾ 1000 രക്ഷാപദ്ധതിയിൽ നിന്നുള്ളതിൻ്റെ അടുത്ത വാക്യം കൂടി വായിക്കാം. എന്നിട്ട് നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, അങ്ങയുടെ അദൃശ്യമായ ശക്തിയാൽ കൗദാശിക അടയാളങ്ങളിലൂടെ അങ്ങ് വിസ്മയകരമായ ഫലം പുറപ്പെടുവിക്കുകയും മാമോദീസായുടെ കൃപാവരം പ്രകടമാക്കുന്നതിന് ജലമാകുന്ന സൃഷ്ടിയെ പലവിധം സജ്ജീകരിക്കുകയും ചെയ്തു. ജലമാകുന്ന സൃഷ്ടി, ആ ജലത്തിൽ വൈദികൻ ക്രിസമോയിൽ കയ്യിലെടുത്ത് മുക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ജലത്തെ,
ഈ നവജാത ശിശുവിനെ ജന്മം കൊടുക്കുന്ന ഗർഭമാക്കി മാറ്റണമേ. ശിരോമലബാർ ക്രമത്തിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവമേ, അങ്ങയുടെ അദൃശ്യമായ ശക്തിയാൽ കൗദാശിക അടയാളത്തിലൂടെ അങ്ങ് വിസ്മയകരമായ ഫലം പുറപ്പെടുവിക്കുകയും മാമോദീസായുടെ കൃപാവരം പ്രകടമാക്കുന്നതിന് ജലമാകുന്ന സൃഷ്ടിയെ പലവിധം സജ്ജീകരിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഇന്ന് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ സാധിച്ചതിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ശ്രമിക്കുന്നു, ആരാധന. Praise the Lord, praise the Lord. God bless you. Bye bye, bye bye.